This call is now being recorded. Okay. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിന്റെ കേസാണ് പറഞ്ഞത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്? 3 തരത്തിലുള്ള റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് ഉണ്ടാവുക. ഒന്ന് ഓർഡിനറിലി റെസിഡന്റ്, മറ്റൊന്ന് നോട്ട് ഓർഡിനറി റെസിഡന്റ്, മറ്റൊന്ന് നോൺ റെസിഡന്റ്. ബേസിക് കണ്ടീഷൻ, 2 ബേസിക് കണ്ടീഷൻ. ആ 2 ബേസിക് കണ്ടീഷനുകളിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ അയാള് ഓർഡിനറിയോ നോട്ട് ഓർഡിനറിയോ ആണ്, അല്ലെ? അത് കഴിഞ്ഞ് അഡീഷണൽ കണ്ടീഷനും കൂടെ നോക്കണം. അഡീഷണൽ കണ്ടീഷൻ 2 സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അയാൾ ഓർഡിനറി റെസിഡന്റ് ആണ്. ബേസിക് കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈഡ് ഉള്ളൂ, അഡീഷണൽ കണ്ടീഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ അയാൾ നോട്ട് ഓർഡിനറി ആണ്. ബേസിക് കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അയാൾ നോൺ റെസിഡന്റ് ആണ്. പിന്നെ അഡീഷണൽ കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മൾ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ഒരു കാൽക്കുലേഷനും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നു, അല്ലെ? ആ എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ടാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിൽ അയാള് റെസിഡന്റ് ആണോ അല്ലേന്നൊക്കെ നമ്മൾ എത്ര ദിവസം അയാൾ ഇവിടെ ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. ഇതൊരു ഇൻഡിവിജ്വലിന്റെ കേസാണ്. ഇനി ഇതിന്റെ ടേബിളിൽ താഴെ ഭാഗത്ത് കമ്പ്യൂട്ടറിന്റെ അടിഭാഗത്തുണ്ട് ടെസ്റ്റ് വെച്ചു ഇമെയിലുണ്ട്, മാർക്കറൊക്കെ ഇമെയിലുണ്ട്. അപ്പൊ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണ് നെക്സ്റ്റ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് HUF, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അപ്പൊ ഇൻഡിവിജ്വലിന്റെ കേസ് അവിടെ കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അതിൽ നിർത്തല്ല വേണ്ടത്, നിങ്ങളൊരു 4-5 പ്രോബ്ലമെങ്കിലും ഇൻഡിവിജ്വലിന്റെ കേസിന് നിങ്ങൾ ആൻസർ ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് ആ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് HUF. അപ്പൊ ഇത് അറിയാം, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ കേസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. ആരാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്നുള്ളത് അറിയാലോ, അല്ലേ? അപ്പൊ ഒരുമിച്ച് എന്ന് പറഞ്ഞ ഒരു ഫാമിലി ബിസിനസ് ഒരുമിച്ച് കൊണ്ട് നടത്തുന്ന ഒരു വിഭാഗം ആളുകളാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്സിൽ വരിക. അപ്പൊ ഈ ആളുകളുടെ കേസിൽ എല്ലാവരും ഒരുപോലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരല്ല, അല്ലെ? ഇവിടെ മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളെ പറയുന്ന പേരെന്താ? കർത്ത എന്നുള്ളതാണ്. ഏറ്റവും എൽഡർ മെമ്പർ, ഏറ്റവും പ്രായം ചെന്ന ആള് ആരാണോ അവരെയാണ് കർത്ത ആയിട്ട് തീരുമാനിക്കുക. അപ്പൊ ഈ ഇൻഡിവിജ്വലിന്റെ കേസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് നല്ല എളുപ്പമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞിരുന്നു, ഇൻഡിവിജ്വലിനാണ് 3 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ളത്. അതുപോലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് 3 ഉള്ള ഒരു വിഭാഗം കൂടിയേ ഉള്ളൂ, അത് HUF ആണ്. HUF എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, ഒരു ബിസിനസ് ആണ്. എന്നാൽ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് അല്ല, ഒരു വ്യക്തിയാണ്. അപ്പൊ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്, ആ ബിസിനസ്സിന് 3 സ്റ്റാറ്റസ് ഉണ്ട്. ഓർഡിനറി റെസിഡന്റും ഉണ്ട്, നോട്ട് ഓർഡിനറി റെസിഡന്റും ഉണ്ട്, നോൺ റെസിഡന്റും ഉണ്ട്. ആ ബിസിനസിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത് കർത്തയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ചാണ്. കർത്ത ആരാണെന്ന് അറിയാലോ, എൽഡർ മെമ്പർ ആണ്. അയാളാണ് കൃത്യമായിട്ട് തീരുമാനങ്ങൾ, ബിസിനസിന്റെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഈ പറയുന്ന കർത്തയാണ്. അപ്പൊ ഇവിടെ റെസിഡന്റ് ആവണം എന്നുണ്ടെങ്കിൽ ഓർഡിനറി റെസിഡന്റിന്റെ കേസാണ്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഓർഡിനറി റെസിഡന്റ് ആണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ the control and management of affairs of HUF is wholly or partly situated in India during the relevant previous year. The control and management of business, if the control and management of business is wholly or partly in India,
ഓക്കെ, ഇതിന്റെ കൂടെ ഒരു കണ്ടീഷനും കൂടെ ഉള്ളത്, ആൻഡ് ദി കർത്ത സാറ്റിസ്ഫൈ ബോത്ത് അഡീഷണൽ കണ്ടീഷൻസ്. ആൻഡ് കർത്ത satisfies both additional conditions. അപ്പൊ അഡീഷണൽ കണ്ടീഷൻ എന്താണെന്ന് അറിയണം. ഓക്കെ, അപ്പൊ ഇവിടെ ഹിന്ദു ആൻഡ് ഫാമിലി ബിസിനസ് ഓർഡിനറി റെസിഡന്റ് ആവണം എന്നുണ്ടെങ്കിൽ കർത്തയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന് പ്രാധാന്യമുണ്ട്. കാരണം എന്താ, ബിസിനസ്സിനെ നമ്മൾ നോക്കണ്ട. ബിസിനസ് എവിടെയാണോ എസ്റ്റാബ്ലിഷ് ചെയ്തത് അവിടെ തന്നെ ഉണ്ടാവുക. നേരെ മറിച്ച് ഇൻഡിവിജ്വൽ ആണ് നമ്മൾ എന്ത് നോക്കുക, അയാൾ 182 ഇഷ്ടപ്പെടെ ഉണ്ടോ ഇല്ലേ, അയാൾ മൂവബിൾ ആണല്ലോ ഒരു വ്യക്തി എന്ന് പറയുന്നത്, അയാൾ ഇവിടുന്ന് പോവാം. പക്ഷെ ഒരു സ്ഥാപനത്തിന് ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് എവിടെയാണോ എസ്റ്റാബ്ലിഷ് ചെയ്തത്, ഇപ്പൊ ഈ സുന്നിയ കോളേജ് എല്ലാ കാലത്തും ഇവിടെ തന്നെ ഉള്ളത്, പക്ഷെ ഇവിടുത്തെ ആളുകളാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അപ്പൊ ഹിന്ദു ആൻഡ് ഫാമിലി ബിസിനസ് എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കുമ്പോൾ കർത്തയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന് തുല്യ പ്രാധാന്യമുണ്ട്. അപ്പൊ കർത്ത റെസിഡന്റ് ആവണം. അപ്പൊ കർത്ത അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അഡീഷണൽ കണ്ടീഷൻ എപ്പോഴാ നമ്മൾ നോക്കണ്ടേ, ആദ്യം എന്ത് നോക്കണം, ബേസിക് നോക്കണം. മനസ്സിലായോ? ബേസിക് ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അഡീഷണൽ പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ കർത്ത ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ ഹിന്ദു ആൻഡ് ഫാമിലി എന്തെന്നെയാണ്, ഓർഡിനറി റെസിഡന്റ് ആണ്. ഓക്കെ, ഇനി നോട്ട് ഓർഡിനറി റെസിഡന്റ്. നോട്ട് ഓർഡിനറി റെസിഡന്റ് ഇവിടെ കറുത്ത ബേസിക് കണ്ടീഷൻ മാത്രം. ഈ സെന്റൻസ് ഇവിടെ ബാധകമാണ്. ഏത്? കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ്. കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഇൻ ഇന്ത്യ. ഓക്കെ, ആൻഡ് കർത്ത does not satisfy additional conditions. അപ്പൊ ഏത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവണം? ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ്, ആ വ്യക്തി കർത്ത എന്ന വ്യക്തി അയാൾ ബേസിക് കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളെങ്കിൽ അത് നോട്ട് ഓർഡിനറി ആണ്. കാരണം ഇതിന്റെ ഹിന്ദു ആൻഡ് ഫാമിലി എന്ന ബിസിനസ് മാനേജ് ചെയ്യുന്നത് ആരാ? കർത്തയാണ്. അപ്പൊ ഇതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് ആരുടെ കയ്യിലാ? കർത്തയുടെ കയ്യിലാ. അപ്പൊ കർത്ത ഈ നാട്ടിലുണ്ട്, അയാൾ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്, അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ബിസിനസ് മാനേജ് ചെയ്യുന്നതും ഇവിടെ തന്നെയാണ്. അപ്പൊ സ്വാഭാവിക ബിസിനസ് ഓർഡിനറി റെസിഡന്റ് ആണ്. ഇനി അയാൾ ബേസിക് കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ, അഡീഷണൽ കണ്ടീഷൻ അയാൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ, നോൺ റെസിഡന്റ്. നോൺ റെസിഡന്റ് അപ്പോ സ്വാഭാവികമായിട്ടും അയാൾ ഒന്നും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അതിന് പകരം നമ്മൾ ഇവിടെ പറയേണ്ടത് ഇഫ് ദി കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഈസ് wholly outside India. ഈ ബിസിനസിനെ മാനേജ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് വെളിയിൽ നിന്നാണ് എങ്കിൽ ആ ബിസിനസിനെ നോൺ റെസിഡന്റ് എന്നാണ് പറയാ. നോൺ റെസിഡന്റ് ബിസിനസ്. അപ്പൊ ഹിന്ദു ആൻഡ് ഫാമിലിക്ക് 3 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് ഉള്ളത്. ഓർഡിനറി റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ്, നോൺ റെസിഡന്റ്. ഇൻഡിവിജ്വലിന്റെ കേസ് പറഞ്ഞ അതേ രൂപത്തിലായിരുന്നു. അപ്പൊ കർത്തയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് നോക്കുക. അപ്പൊ ഇവിടെ ഈ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദ ഹിന്ദു ആൻഡ് ഫാമിലി ബിസിനസ് ഈസ് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇതിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് പുറത്താണ്. അപ്പൊ ആരാ നിയന്ത്രിക്കേണ്ട ആള്? കർത്തയാണ്. അയാൾ പുറത്തായിരിക്കും. ഓക്കെ,
അതന്നെയാണ് ഈ സംഗതി. കറുത്ത പുറത്ത് ബിസിനസ് പുറത്താണെങ്കിൽ പിന്നെ അവിടെ ഇന്ത്യയിൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇൻകം ടാക്സ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാ പറയുന്നത്. അതാണ് ഈ കേസ്. If the control and management is solely outside India and the Karta does not satisfy any of the base. അപ്പൊ ഈ കൺട്രോൾ ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കർത്തയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പൊ അയാൾ പൂർണ്ണമായിട്ടും ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. ഇവിടെ പാർട്ട്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹോളി ഓർ പാർട്ട്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാർട്ട്ലി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ ഇടക്ക് ഇവിടെ വരുന്നുണ്ട് എന്നാണ്. ഇവിടെ പാർട്ട്ലി എന്ന് പറഞ്ഞില്ല, ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ, അവിടെ ഒരു പാർട്ടേ ഇല്ല. അപ്പൊ കർത്ത ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ആ ബിസിനസ് നോൺ റെസിഡന്റ് ആണ്. ഇനി അടുത്തത് ഫേം. ഫേം ആൻഡ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. ഇൻഡിവിജ്വൽ ആയി, ഹിന്ദു ആൻഡ് ഫാമിലി ആയി. ഇനി ഫേം ആൻഡ് അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നവർക്കൊന്നും ഏത് കാറ്റഗറി ഉണ്ടാവൂല? മൂന്നെണ്ണം ഉണ്ടാവില്ല. ഇതിൽ ഏതാ ഇല്ലാതാവുക? നോട്ട് ഓർഡിനറി റെസിഡന്റ് ഇനി ഉണ്ടാവില്ല. ഇനി എന്ത് മാത്രമേ ഉള്ളൂ? ഒന്നുകിൽ റെസിഡന്റ് അല്ലെങ്കിൽ നോൺ റെസിഡന്റ്. പിന്നെ അവിടെ ഓർഡിനറി എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിന് ഓർഡിനറി റെസിഡന്റ് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നും അല്ല. നോട്ട് ഓർഡിനറി ഉണ്ടാവില്ല എന്ന് മാത്രം. ഒന്നുകിൽ റെസിഡന്റ് അല്ലെങ്കിൽ നോൺ റെസിഡന്റ്. അപ്പോൾ നോട്ട് ഓർഡിനറി വരുമ്പോഴാണ് പിന്നെ ഒരു ഓർഡിനറിക്ക് അവിടെ റിലവൻസ് ഉള്ളൂ. അത് ഇൻഡിവിജ്വലിന്റെ കേസിലും HUFന്റെ കേസിലും മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാത്തവർക്കൊന്നും നോട്ട് ഓർഡിനറി ഉണ്ടാവില്ല. ഒന്നുകിൽ റെസിഡന്റ് അല്ലെങ്കിൽ നോൺ റെസിഡന്റ്. ആ വിഭാഗത്തിൽ പെടുന്ന ഒന്നാണ് ഫേം ആൻഡ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് എന്നുള്ളത്. അതാണ് നെക്സ്റ്റ് കാറ്റഗറിയിൽ പറയുന്നത്. ഫേം ആൻഡ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസിൽ ഒന്നാമത്തെ റെസിഡന്റ്. അപ്പൊ റെസിഡന്റ് എന്ന് പറഞ്ഞാൽ if the control and management of affairs situated in India either wholly or partly in the previous year. ഫേമിന്റെ കേസിൽ firm or association of persons, a body of individuals of body of individuals. അപ്പൊ അതില് റെസിഡന്റ് ഈ ഏരിയ വേണ്ട. ഓക്കെ, ഇതും ഇവർക്ക് ഉണ്ടാവില്ല. ഇതാണ് അതിന്റെ കേസ്. If the control and management of firm and association of person or body of individual is wholly or partly, കുറച്ച് ഭാഗമെങ്കിലും കുറച്ച് കാലെങ്കിലും ഇന്ത്യയിൽ നിന്ന് അതിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ റെസിഡന്റ് എന്നാണ് പറയാ. ആ സ്ഥാപനത്തിനെ റെസിഡന്റ് എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുക. ഇനി നോൺ റെസിഡന്റ് എന്ന് പറഞ്ഞാലോ wholly outside India. Control and management of the business is wholly in outside India. Then such firm is coming under the category of non-resident. ഇനി നാലാമത്തെ വിഭാഗമാണ് കമ്പനി. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എ കമ്പനി. അപ്പൊ ഒരു കമ്പനി റെസിഡന്റ് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് തലങ്ങളാണുള്ളത്. ഒന്ന്, ഇഫ് ദ കമ്പനി ഈസ് ആൻ ഇന്ത്യൻ കമ്പനി.
എല്ലാ ഇന്ത്യൻ കമ്പനിയും എന്താണ്? റെസിഡന്റ് ആണ്. എല്ലാ ഇന്ത്യൻ കമ്പനിയും റെസിഡന്റ് ആണ്. അപ്പൊ ഇത് ഒന്നാമത്തെ ഒരു പോയിന്റ് ആണ്. രണ്ടാമത് പറയുന്നത്, if the place of management is situated in India. If the place of management is in India. Place of management എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഹെഡ് ഓഫീസ് എന്ന് പറയില്ലേ? ഹെഡ് ഓഫീസ്, അതിന്റെ മെയിൻ കൺട്രോള് എവിടെയാണെന്നുള്ള. ബിസിനസ് ചിലപ്പം പുറത്തിരിക്കും. ഒരു ഉദാഹരണം പറയാം. ചൈനയിൽ ആദ്യമായി ബ്രാഞ്ച് തുടങ്ങിയ ഇന്ത്യൻ ബാങ്ക് SBI ആണ്. SBI ആണ്. ചൈനയിലാണ് അത് അതിന്റെ ബിസിനസ് നടത്തുന്നത്. പക്ഷെ അതിന്റെ മെയിൻ ഓഫീസ് എവിടെയാണ്? തീരുമാനം ശരിക്കും എവിടെ നിന്ന് എടുക്കുക? ഇന്ത്യയിൽ നിന്നാണ്. അതുകൊണ്ട് ചൈനയിലുള്ള ആ ബ്രാഞ്ച് ശരിക്കും എന്താണ്? റെസിഡന്റ് ആണ്. മനസ്സിലായോ? ഇവിടെയാണ് ടാക്സ് അടക്കേണ്ടത്, ഇന്ത്യയിലാണ് ടാക്സ് അടക്കേണ്ടത്. ഇനി ചൈനയിൽ ബിസിനസ് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും പേയ്മെന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ അത് അവിടെ നടത്തണം. അത് ഇന്ത്യയിലെ വരുമാനത്തിന് ബാധകമല്ല. അപ്പൊ അത് അവർ എക്സ്പെൻസ് ആയി കാണിക്കും. അത് കഴിഞ്ഞിട്ട് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ. ആ പ്രോഫിറ്റിന് അവർ ഇവിടെ ടാക്സ് അടക്കണം. മനസ്സിലായോ? അപ്പൊ ഒന്നുകിൽ ഇന്ത്യൻ കമ്പനി ആവുക, അല്ലെങ്കിൽ ബിസിനസിന്റെ കൺട്രോൾ, ഇഫക്റ്റീവ് കൺട്രോൾ നടക്കുന്നത് ഇന്ത്യയിൽ നിന്നാവുക. ഇനി നോൺ റെസിഡന്റ് ആണെങ്കിൽ ജസ്റ്റ് അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് wholly outside India. The place അങ്ങനെ എഴുതിക്കോ. The place of effective management. The place of effective management in the previous year. Is not in India. Place of effective management previous year ഇന്ത്യയിലല്ല. അപ്പൊ ആ ബിസിനസിന്റെ യാതൊരു നിയന്ത്രണം ഇന്ത്യയിലേ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ്സിനെയാണ് എന്ത് പറയുന്നത്? നോൺ റെസിഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ ഒന്ന് ഇന്ത്യൻ കമ്പനി ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒന്നും നോക്കാനില്ല, അത് റെസിഡന്റ് ആണ്. അപ്പൊ മനസ്സിലാക്കേണ്ട സംഗതി, നോട്ട് ഓർഡിനറി എന്ന് പറയുന്ന കാറ്റഗറി ഇവിടെ ഇല്ല. ഫേമിനും ഇല്ല, കമ്പനിക്കും. ആകെ ആ രണ്ട് വിഭാഗത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇനി എനി അതർ പേഴ്സൺ. അഞ്ചാമത്തെ കാറ്റഗറി. അതിലൊന്നാമത്തെ റെസിഡന്റ്. അതിലെഴുതാ, if the control and management of its affairs is situated wholly or partly in India. മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ. wholly or partly India. wholly, WHOLLY. If the control and management of its affairs is situated wholly or partly in India, അതാണ് റെസിഡന്റ്. ഇനി നോൺ റെസിഡന്റ് ആണെങ്കിലോ, കൺട്രോൾ മാനേജ്മെന്റ് സിറ്റുവേറ്റഡ് wholly outside India. അവിടെ പാർട്ട്ലി എന്നില്ല. ഓക്കെ. നോൺ റെസിഡന്റ് ആണെങ്കിൽ അവിടെ പാർട്ട്ലി എന്നില്ല, wholly outside India. അപ്പൊ അവിടെ നോട്ട് ഓർഡിനറിയും വരുന്നില്ല.
സാധാരണ നമ്മൾ പറഞ്ഞില്ലേ ആർട്ടിഫിഷ്യൽ ജുഡിഷ്യൽ പേഴ്സൺ ആണ്. യൂണിവേഴ്സിറ്റിയോ പോലീസ് സ്റ്റേഷനോ പഞ്ചായത്തുകളോ അങ്ങനെയൊക്കെയുള്ള ജുഡിഷ്യൽ പേഴ്സൺ സ്വന്തമായി തീരുമാനം എടുക്കുന്ന വിഭാഗം സ്ഥാപനങ്ങൾ, മറ്റുള്ളവരുടെ കൺട്രോളിലല്ലാതെ. അപ്പൊ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ അതിലുണ്ട് കേട്ടോ. നോക്കാം. നെക്സ്റ്റ്, അപ്പൊ ഇതില് ക്വസ്റ്റ്യൻ സാധാരണ വരാറുള്ളത് ഇൻഡിവിജ്വലിന്റെ കേസ് മാത്രം. കാരണം ബാക്കിയുള്ളവർക്കൊന്നും ശരിക്കും എന്ത് ചെയ്യണ്ട, എണ്ണണ്ട, എത്ര ദിവസം നോക്കണ്ട. അതിൽ ആ സെന്റൻസ് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സെന്റൻസ് നോക്കിയാൽ മതി. അതിന് നമുക്ക് കിട്ടും റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ. പക്ഷെ ഇൻഡിവിജ്വലിന്റെ കേസിൽ അതുപോലെ HUF കേസിലും എന്തില്ല, ആ സംഗതി നടക്കൂല. അത് എത്ര ദിവസം ഇവിടെ ഉണ്ട് എന്ന് എണ്ണി നോക്കുക തന്നെ, ബേസിക് കണ്ടീഷൻ അഡീഷണൽ കണ്ടീഷൻ നോക്കുക തന്നെ വേണം. അതുകൊണ്ട് ഇൻഡിവിജ്വലിന്റെ കേസാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ അത് ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്, വെറുതെ വായിച്ചു പോയ പോലെ ടെക്സ്റ്റ് ഇങ്ങനെ വായിച്ച് അടുത്ത ആൻസർ നമ്മൾക്ക് നോക്കുമ്പോ നമുക്ക് ഇങ്ങനെ തോന്നും, ഇതിപ്പോ നമുക്ക് അറിയണ തന്നെയാണ്, നമ്മൾ അത് ഇത്ര ദിവസം ഇവിടെ ഉണ്ട്, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കും, എത്ര ദിവസം കറക്റ്റ് ആണ് എന്ന് നമുക്ക് തോന്നും. പക്ഷെ ഉത്തരം നോക്കാതെ ക്വസ്റ്റ്യൻ നോക്കുക, എന്നിട്ട് നമ്മളൊരു പേപ്പറിൽ ചെയ്തു നോക്കുക, ശേഷം മാത്രം ആ ആൻസറിലേക്ക് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പ്രയാസം ഉണ്ടാകും, തെറ്റെവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, പിന്നെ അത് തെറ്റൂല. നെക്സ്റ്റ്, ഇൻസിഡൻസ് ഓഫ് ടാക്സ്. ഇൻസിഡൻസ് ഓഫ് ടാക്സ്. ഇൻസിഡൻസ് ഓഫ് ടാക്സ് അഥവാ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം എന്നൊക്കെ പറയും. അപ്പൊ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ ഫോർ ദി പർപ്പസ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്നാണ് പറയുക. ഇൻസിഡൻസ് ഓഫ് ടാക്സ്. It is the tax levied. It is the tax levied. Levy എന്ന് പറഞ്ഞാൽ ചുമത്ത. Levied, LEVIED. Tax levied on the total income of an assessee, which is determined on the basis of his or her residential status. Based on his or her residential status. Okay. ഇനി അന്ന് നമ്മള് ഓൺലൈൻ ക്ലാസ് എടുത്ത സമയത്ത് ഒരു ടേബിളൊക്കെ കാണിച്ചു തന്നിരുന്നു. ഇൻസിഡൻസ് ഓഫ് ടാക്സിന് ഇത് 3 ടേബിൾ ഉണ്ടാവും, 4 കോളം ഉണ്ടാവും. റെസിഡന്റ്, നോട്ട് ഓർഡിനറിലി റെസിഡന്റ്, നോൺ റെസിഡന്റ്. എല്ലാ ആളുകൾക്കും ഇങ്ങനെ ഒരു 3 കോളാണ്. ഇൻസിഡൻസ് ഓഫ് ടാക്സ്, ആരാണ് ടാക്സ് അടക്കേണ്ടത്, ആര് എന്തിനൊക്കെ ടാക്സ് അടക്കണം എന്നുള്ളത്. അപ്പൊ ഒന്നാമത്തെ കേസ്, ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് ഒരാള് ഇൻകം
ഏൺ ചെയ്തു. അയാൾക്ക് ഏത് രൂപ, ഒരാൾക്ക് സാലറി കിട്ടുന്നതാവാം, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ ഒരാൾക്ക് ലോട്ടറി അടിച്ചതാവാം, അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പൊ ഈ 3 വിഭാഗം ആളുകളുണ്ട്. ഓർഡിനറി റെസിഡന്റ് ഉണ്ട്, നോട്ട് ഓർഡിനറി റെസിഡന്റ് ഉണ്ട്, നോൺ റെസിഡന്റ് ഉണ്ട്. ഇതിൽ ആരാണെങ്കിലും എല്ലാവരും ടാക്സ് അടക്കും. മനസ്സിലായോ? അപ്പൊ യെസ്, എല്ലാവരും ആരാണെങ്കിലും ശരി. ഒരാൾ ജസ്റ്റ് അതിലൂടെ പാസ് ചെയ്ത് പോവാണ്, ഇന്ത്യയിൽ ഒന്ന് വന്ന് 2 ദിവസം താമസിച്ച് പോയത്, അതിന്റെ ഇടയിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ഇൻകം കിട്ടി, അയാളും അതിന് ഇന്ത്യയിൽ ടാക്സ് അടക്കും. ഓക്കെ. അടുത്ത് ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ്, ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഡീംഡ് ടു ബി റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ, റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഒരുപോലെ ആയിട്ടാണ് ഇൻകം ടാക്സിൽ കണക്കാക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇൻകവും ഡീംഡ് ഇൻകവും. പിന്നെ ഡീംഡ് അസസി അല്ലെ? ഡീംഡ് അസസി എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണ് ഡീംഡ് അസസി എന്ന്. അപ്പൊ ഡീംഡ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോണ ഇൻകം തന്നെയാണ്, അതിൻ്റെതും സെയിം. എല്ലാവരും എണി ഇതിങ്ങനെ ഓരോന്ന് പറയുന്നതാണോ? ഇതൊക്കെ ഓരോ സാഹചര്യത്തില് കോടതിയിലൊക്കെ എന്തെങ്കിലും പേര് പറഞ്ഞ കേസ് വരും, ഒരു കേസ് വരും. ഇപ്പൊ ഒരാൾ പറയാം ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, അതിന് ടാക്സ് അടക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാള് ഇവിടെ വന്നു, അയാൾ മത്സരത്തിൽ പങ്കെടുത്തു, അയാൾക്ക് ഇവിടുന്ന് പ്രൈസ് കിട്ടിയില്ല. അയാൾ അടിച്ചിട്ടുണ്ട്, വിന്നറാണ്, അയാൾക്ക് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ഒക്കെ കിട്ടി. പക്ഷെ അയാൾക്ക് 2 ദിവസം കൊണ്ട് അയാൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം, ടിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചാൽ അയാൾ പോയി. പക്ഷെ അയാളെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്തു, അന്ന് ജയിച്ചതിന്റെ സമ്മാനം അയച്ചു കൊടുത്തു. അപ്പൊ ഇന്ത്യയിൽ അതിന് ടാക്സ് അടക്കണം, അയാൾ കേസ് കൊടുത്തു, എനിക്ക് അവിടുന്ന് അല്ല കിട്ടിയത്. സംഗതി അവിടുന്ന് ഉണ്ടായതാണ്, പക്ഷെ എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടില്ലല്ലോ, ഞാൻ എന്തിനാ ടാക്സ് അടക്കണേ? നിയമപ്രകാരം ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ അല്ലേ? അപ്പൊ അവിടെ എന്തുണ്ട്, ഒരു കോൺട്രഡിക്ഷൻ വരും. അപ്പൊ അത് ക്ലിയർ ചെയ്തിട്ട് കോടതി പുതിയൊരു ഉത്തരവിറക്കും. എങ്ങനെ മനസ്സിലാക്കിയ സാഹചര്യത്തിൽ അയാൾ ടാക്സ് അടക്കണം. പിന്നെ അത് അവിടെ അങ്ങോട്ട് പിന്നെ എന്താണ് എല്ലാവർക്കും പിന്നെ അങ്ങനെ സംശയമില്ല, ഓർഡറായി. അങ്ങനെയാണ് ഈ ഓരോ പോയിന്റുകളും വരിക. അല്ലാതെ തുടക്കത്തിൽ തന്നെ എല്ലാം ക്ലിയർ ആവുന്നില്ല. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ ഇങ്ങനെ അതിലൂടെ പുതിയത് ഉണ്ടാവുകയാണ് ചെയ്യും. ഓക്കെ. അപ്പൊ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. മൂന്നാമത്തെ ഇൻകം അക്രൂഡ് അല്ലെ? അക്രൂഡ് ഇൻകം അറിയില്ലേ? അക്രൂഡ് ഓർ അറൈസ് ഇൻ ഇന്ത്യ. അറൈസിന്നോ അറൈസിംഗ് ഒക്കെ പറയും. അപ്പൊ ഇൻകം അക്രൂഡ് ഓർ അറൈസ്ഡ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഇൻകം അക്രൂയിങ് ഓർ അറൈസിംഗ് ഇൻ ഇന്ത്യ. ഒരാൾക്ക് സ്ഥിരമായിട്ട് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ വരും. അപ്പൊ ഈ നമ്മള് എങ്ങടെങ്കിലും ടൂറൊക്കെ ഇപ്പൊ വയനാട്ടില് നമ്മൾ പോവാണെങ്കിൽ വേറെ ഏരിയയിൽ പോവാണെങ്കിൽ വലിയ വലിയ എസ്റ്റേറ്റുകൾ ഉണ്ടാവും. ഈ എസ്റ്റേറ്റ് ഒന്നും ചിലപ്പോൾ ഇന്ത്യക്കാരതാവില്ല, ഏതെങ്കിലും അമേരിക്കക്കാരൻ്റെ ഒക്കെ ആയിരിക്കും. അയാൾ ഏതെങ്കിലും കാലത്ത് ഒരു 3-4 കൊല്ലം കൂടുമ്പോഴൊക്കെ കയറി വരിക. പക്ഷെ അയാൾക്ക് എന്താണ് സ്ഥിരമായിട്ട് അവിടുന്ന് ഇൻകം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻകം അറൈസിംഗ് ആൻഡ് അക്രൂയിങ് ഇൻ ഇന്ത്യ. അങ്ങനെയുള്ള കേസിലും എല്ലാ വിഭാഗം ആളുകളും അതിന് എന്ത് ചെയ്യണം, ടാക്സ് അടക്കണം. ഈ 3ഉം അറിയാലോ. അപ്പൊ ഇത് കിട്ടിയ രൂപത്തിൽ തന്നെയാണ്. ഇനി ഇതുപോലെ എല്ലാവരും അടക്കേണ്ട ഒരു കേസാണ് ഈ അക്രൂഡ് എന്നുള്ളതിന് പകരം ഡീംഡ് ടു ബി അക്രൂഡ് ഓർ അറൈസ്ഡ് ഇൻ ഇന്ത്യ. അതും എല്ലാവരും അടക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കിട്ടിയ ഇന്ത്യയിൽ നിന്ന് ഇൻകം കിട്ടിയതിന് തുല്യമാണ് ഈ പറഞ്ഞ വിഭാഗങ്ങളൊക്കെ. ഇനിയാണ് ചില ആളുകൾക്ക് ഒഴിവ് വരുന്നത്, ചില ആളുകൾക്ക് എക്സംഷൻ വരുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള 4 പോയിന്റ്, ഈ 4 പോയിന്റും എല്ലാവരും ടാക്സ് അടക്കേണ്ടതാണ്. ഇനി 5ാമത്തെ പോയിന്റിൽ ഇൻകം റിസീവ്ഡ് ഓർ അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എ ബിസിനസ് കൺട്രോൾഡ് ഇൻ ഇന്ത്യ. ഇൻകം റിസീവ്ഡ് ഇൻ outside India
but is controlled. Business is controlled in India. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കമ്പനി, ഈ സ്ഥാപനം യഥാർത്ഥത്തിൽ പ്രസിഡന്റാണ്. ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞില്ലേ, ആ വിഭാഗത്തിലല്ലേ ഇത് വരിക? അല്ലെ, ഇന്ത്യക്ക് പുറത്താണ് സ്ഥാപനം ഉള്ളത്, പക്ഷെ അതിന്റെ കൺട്രോൾ എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇങ്ങനെയുള്ള കേസിൽ ഈ രണ്ടാൾക്കാരാണെങ്കിൽ ടാക്സ് കൊടുക്കണം. ഇയാള് നോൺ റെസിഡന്റ് എന്ത് ചെയ്യണ്ട? ടാക്സ് കൊടുക്കണ്ട. ഇപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാള് ഇന്ത്യക്ക് പുറത്തുള്ള ഒരാളാണ്. ഇപ്പൊ US-ലുള്ള ഒരാളാണ്. അയാൾ US കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അയാൾക്ക് അവിടുന്ന് ശമ്പളം കിട്ടി. ആ US കമ്പനിയുടെ കൺട്രോൾ ഇവിടെയുണ്ട്. ആ കമ്പനിയുടെ കൺട്രോൾ ഇവിടെയാണ്. പക്ഷെ അയാൾ US-കാരനാണ്. അയാൾ അവിടെ ജോലി ചെയ്തു, അയാൾക്ക് അവിടെ ശമ്പളം കിട്ടി. അപ്പൊ ആ ശമ്പളത്തിൽ അയാൾ ഇവിടെ എന്ത് ചെയ്യണ്ട? ടാക്സ് ഉണ്ട്. പക്ഷെ ആ സ്ഥാപനത്തിന്റെ ലാഭത്തിന് അതിന്റെ മുതലാളിമാരെന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ ടാക്സ് കൊടുക്കേണ്ടി വരും. കാരണം ആ കമ്പനി റെസിഡന്റ്. വ്യത്യാസം മനസ്സിലായോ? പക്ഷെ അവിടുത്തെ ഒരു എംപ്ലോയിന്റെ കേസാണ് പറയുന്നത്. അയാൾ അവിടെ വർക്ക് ചെയ്തു, അയാൾക്ക് അവിടുന്ന് കിട്ടിയത്. അതാണ് ആദ്യം നോൺ റെസിഡന്റ്. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യണ്ട? ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് നമ്മൾ ഇന്ത്യയിലുള്ള ഒരാളാണ്. നമ്മൾ US-ൽ പോയി അവിടുത്തെ ഒരു കമ്പനിയിൽ നമ്മൾ കയറിയാലേ നമ്മൾ മനസ്സിലത്തെ ഒരു ഇന്ത്യൻ കമ്പനിയാണ്, നമുക്ക് കുറച്ചും കൂടെ സൗകര്യമായി. അപ്പൊ നമ്മൾ അവിടുന്ന് ഇൻകം ഏൺ ചെയ്തു. ഓക്കെ, ആ കമ്പനിന്റെ കൺട്രോൾ വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് അടക്കണം. വേണ്ട, ഇന്ത്യൻ കമ്പനി അല്ലാതെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ രണ്ടാമത് എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ നോക്കും, സ്റ്റാറ്റസ് നോക്കും. സ്റ്റാറ്റസ് നോക്കിയിട്ട് ചെയ്താൽ ഇതിലും സ്റ്റാറ്റസ് നോക്കും, സ്റ്റാറ്റസ് ഇതിലും നോക്കും. ഓക്കെ, അടുത്തത് ആറാമത്തെ കേസ്, ഇൻകം റെസീവ്ഡ് ഓർ അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇപ്പൊ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ, ഫ്രം എ ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ. ഇൻകം received or accrued outside India and the business is controlled outside India. Okay, എല്ലാം പുറത്താണ്. ഇൻകം കിട്ടിയത് പുറത്തുനിന്നാണ്. ആ ഏത് കമ്പനിയാണെന്നാണ് കിട്ടിയത്? ആ കമ്പനി ഫോറിൻ കമ്പനിയാണ്. അങ്ങനെയാണെങ്കിൽ ഇയാള് ടാക്സ് അടക്കണം. ഇവര് രണ്ടാളും അടക്കണ്ട. നോൺ റെസിഡന്റ് അടക്കണ്ട, നോട്ട് ഓർഡിനറി റെസിഡന്റും അടക്കണ്ട. പക്ഷെ ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ അയാൾ അടക്കണം. അതിന്റെ അർത്ഥം അയാൾ കുറച്ചു കാലം അവിടെ പോയിട്ടുള്ളൂ. ഈ പൈസക്ക് അയാൾ ഉപയോഗപ്പെടുത്തുന്നത് എവിടെയായിരിക്കും? ഇവിടെ. നേരെ മറിച്ച് നോട്ട് ഓർഡിനറി അങ്ങനെ ആയിക്കോളണം എന്നില്ല. ഇനി ഈ ലൂപ്പുകളൊക്കെ കുറെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇയാള് ഇങ്ങനെ പൈസ കിട്ടി, അയാൾക്ക് പൈസ കിട്ടിയ വേഗം ഇങ്ങോട്ട് വരാം. പക്ഷെ ആള് വരൂല. അയാൾ നോട്ട് ഓർഡിനറി ആകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അടക്കും. പിന്നെ അപ്പൊ അവിടെ ചെലവാക്കാൻ വേണ്ടി വരും. നമ്മൾ ടാക്സ് അടക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ബുദ്ധിയുള്ള സംഗതി അല്ല. കാരണം എന്താ പ്രശ്നം എന്ന് വെച്ചാല്, നമ്മൾ പഠിച്ചു എത്ര 5% മറ്റേ അടച്ചാൽ, ടാക്സ് എന്നുള്ള 5% അടച്ചാൽ, അപ്പൊ ഒരാൾക്ക് ഈ 2,50,000 വരെ അടക്കണ്ടല്ലോ. അയാൾക്ക് അതിന്റെ മുകളിൽ വളരെ കുറച്ച് എന്ന് പറഞ്ഞാൽ 2,51,000 വിചാരിച്ചോളി. അയാൾ 1000 രൂപയ്ക്കാണ് അയാൾ ടാക്സ് അടക്കേണ്ടത്. ഈ 1000 രൂപയ്ക്ക് 1000 ടാക്സ് അല്ലല്ലോ. ആകെ എത്ര അടച്ചാൽ? 50 ഉറുപ്പ്യ അയാൾ അടച്ചാൽ ബാക്കി 980 അയാൾക്ക് ഉപയോഗിക്കാം. അപ്പൊ ആ ടാക്സ് അടക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കൊരു വെഡിത്താണ്. നമ്മൾ നിയമം തെറ്റിക്കുകയാണ്. അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ്, കോൺസിക്വൻസ് വളരെ വലുതുമാണ്. അപ്പൊ അതിന് ഇല്ലാതെ നോക്കുക. അപ്പൊ ഇതാണ് ഇവിടുത്തെ കേസ്. ഓക്കെ, ഇവിടെ ഈ ഓർഡിനറി റെസിഡന്റ് മാത്രം അടച്ചാൽ മറ്റൊരു രണ്ടാളും അടക്കേണ്ടതില്ല. ഇനി ലാസ്റ്റില് ഏഴാമത്തെ കേസിൽ ഇൻകം റെസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എനി അതർ സോഴ്സ്
ഇനിയിപ്പോ ഇങ്ങനെ കമ്പനിന്റെ കേസ് ആണല്ലോ ഇവിടെ പറഞ്ഞത്. ഇവിടെ നോക്കട്ടോ, കമ്പനിന്റെ കേസ് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ കേസ് അവിടെ പറഞ്ഞത്. ആ സ്ഥാപനം ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്, അതിന്റെ കൺട്രോളും ഔട്ട്സൈഡ് ഇന്ത്യയാണ്. അങ്ങനെയാണെങ്കിൽ ഓർഡിനറി റെസിഡന്റ് മാത്രം കൊടുത്താൽ. ഇനി ഒരു സ്ഥാപനത്തിൽ നിന്നല്ല, ഒരാൾക്ക് വേറെ ഏതൊക്കെയോ സോഴ്സ് അതും ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണ് കിട്ടിയത്, അങ്ങനെയാണെങ്കിൽ തന്നെ ഇതേ രൂപത്തിൽ തന്നെയാണ്. ഓക്കെ, ഇൻകം അറൈവ്സ് അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എനി അതർ സോഴ്സ്. അപ്പൊ ഒരു സ്ഥാപനം മാത്രം എന്നുള്ളതല്ല, പുറത്തുനിന്ന് കിട്ടി, അയാൾ പുറത്തായിരുന്നു ആ സമയത്ത്, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെയാണ്, എങ്ങനെയാണെങ്കിലും ശരി, അയാൾ ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ അയാൾ അടക്കണം. നോട്ട് ഓർഡിനറി ആണെങ്കിലും അടക്കണ്ട, നോൺ റെസിഡന്റ് ആണെങ്കിലും അടക്കണം. അപ്പൊ ഇതിന് തുല്യം തന്നെയാണത്. ഓക്കെ, ഇനി ലാസ്റ്റ് കേസാണ് ഇൻകം റെസീവ്ഡ് ഓർ അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബ്രോട്ട് ടു ഇന്ത്യ ഇൻ ദ പ്രീവിയസ് ഇയർ. ഇൻകം റെസീവ്ഡ് അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബ്രോട്ട് ടു ഇന്ത്യ ഇൻ ദ പ്രീവിയസ് ഇയർ. ഇൻകം റെസീവ്ഡ് outside India and brought to India in previous year. എൻ്റെ ഒരു റിലേറ്റീവ് 10-15 വർഷമായിട്ട് അയാൾ ഗൾഫിലാണ്. അയാൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് അയാൾക്ക് ഇൻകം കിട്ടുന്നതൊക്കെ. അതാണ് പറഞ്ഞത് ഇൻകം റെസീവ്ഡ് ഓർ അക്രൂഡ്. കിട്ടിയതും കിട്ടിക്കൊണ്ടിരിക്കണം, കിട്ടാൻ പെൻഡിങ്ങിലുള്ളതൊക്കെ ഔട്ട്സൈഡ് ഇന്ത്യ. അങ്ങനെ 10-15 കൊല്ലം അയാൾ ഇവിടെ ഇടക്ക് വരുന്നുണ്ട്, അയാൾ പോണൊക്കെ ഉണ്ട്. അങ്ങനെ എങ്ങനെയാണെങ്കിലും ശരി, ദെൻ ബ്രോട്ട് ടു ഇന്ത്യ ഇൻ ദി പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ വരെ ഉള്ള സംഗതി അയാളുടെ സമ്പാദ്യം ഉണ്ട്, അതൊക്കെ ആ രാജ്യത്താണ്. ഇനി അയാൾ ആ പൈസ നന്നായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അയാളിൽ കൃത്യമായ തെളിവുണ്ട്, ഇത് പ്രീവിയസ് ഇയർ ഉള്ളതല്ല, അതിന്റെ മുമ്പത്തെ കാലങ്ങളിൽ ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ 2019-20 നമ്മുടെ പ്രീവിയസ് ഇയർ. അപ്പൊ 18-19 വർഷം വരെ ഞാൻ നിർത്താൻ പോവാണ് റിലേറ്റീവ് നിർത്താൻ പോവാ. 10-15 കൊല്ലം കഴിഞ്ഞു. ഇനി അയാളുടെ സമ്പാദ്യം ആയിട്ട് അയാള് നമ്മുടെ പ്രീവിയസ് ഇയറിൽ അല്ലെങ്കിൽ ഈ വർഷം വരുന്നേ തീർച്ചയായും ഇതുവരെ അയാളെ കയ്യിലുള്ള സമ്പാദ്യം, ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് അയാൾക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് ഇനി അയാൾ പോകണ്ടെങ്കിലും ശരി, ഇതുവരെ അയാൾ പൈസ ആയിട്ട് വരില്ല, അത് പ്രീവിയസ് ഇയർത്തെ പൈസ അതിലില്ല. അങ്ങനെയാണെങ്കിൽ ഇതിൽ എവിടെ അയാൾ പൈസ അടക്കണം? ആരും ഇതിനെന്ത് ചെയ്യണ്ട, പൈസ അടക്കേണ്ടതില്ല. അയാൾ റെസിഡന്റ് ആണ്, ചിലപ്പോൾ റെസിഡന്റ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഇവിടെയുള്ളു, നമ്മൾ മുമ്പ് ഗൾഫിൽ പോയിരുന്നു. അപ്പൊ അന്ന് നമ്മൾ അവിടെ ബിസിനസ് തുടങ്ങി, എന്നിട്ട് നമ്മൾ വേറൊരാളെ ഏൽപ്പിച്ചു, നമ്മുടെ അനിയനെയോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവിനെ ആരോ ഏൽപ്പിച്ചു. നമുക്ക് എല്ലാ കാലത്തും ഇങ്ങനെ പൈസ വരുന്നുണ്ട്. ഞാൻ അതല്ല, നമ്മൾ പൈസ വന്നില്ല, അതൊക്കെ അയാൾ എടുത്തു. എന്നിട്ട് അവസാനം നമ്മൾ ആ ബിസിനസ് വിറ്റു. എന്നിട്ട് പിന്നെ ആ പൈസയായിട്ട് നമ്മൾ പിന്നീടാ വരുന്നേ, പ്രീവിയസ് ഇയറിന്റെ മുമ്പുള്ള സംഗതിയാണ്. അങ്ങനെയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അതിനൊന്നും എന്ത് ചെയ്യണ്ട. പക്ഷെ ഇതിൽ മനസ്സിലാക്കേണ്ടത് പ്രീവിയസ് ഇയർ ആണെങ്കിൽ റെസിഡന്റ് കൊടുക്കണം. പ്രീവിയസ് ഇയർത്തെ പൈസ ആണെങ്കിൽ അയാൾ കൊടുക്കണം. അത് ഏതിൽ വരും? ഈ തൊട്ട് മുമ്പത്തേൽ വരും. അങ്ങനെയല്ല, അതില് കൃത്യമായി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏത് ഇൻകത്തിനും ഒരു പ്രാവശ്യം ടാക്സ് അടച്ചാൽ, അപ്പൊ ആദ്യം എനിക്ക് പൈസ കുറെ കിട്ടി, ഞാൻ അതിന് ടാക്സ് അടച്ചു. ഞാൻ പിന്നെ ഒരാൾക്ക് കടം കൊടുത്തു. ഏതാ കൊടുത്ത്? ടാക്സ് കിഴിച്ചിട്ട് ബാക്കി എന്റെ സമ്പാദ്യം എടുത്തു കൊടുത്തു. പിന്നെ ആ പൈസ തന്നെ എനിക്ക് തിരിച്ചു കിട്ടണേ. അതിന് ഞാൻ നിങ്ങളോട് പലിശ വാങ്ങിയണെങ്കിൽ ആ പലിശക്ക് ഞാൻ ടാക്സ് അടക്കും. മനസ്സിലായോ? അല്ലാതെ കടം കൊടുത്തത് തിരിച്ചു വാങ്ങണ എന്തല്ല, എനിക്ക് രണ്ടാമത് കിട്ടുന്ന ഒരു ഇൻകം അല്ല. ആ ഇൻകം ഓൾറെഡി ടാക്സ് പെയ്ഡ് ആണ്.
അത് ഈ കാറ്റഗറി ആണെങ്കിൽ അടക്കണ്ട. ഈ അവസാനത്തെ കാറ്റഗറി ആണെങ്കിൽ നേരെ മറ്റു പ്രീവിയസ് ഇയർ ആണെങ്കിൽ ചെയ്യണം. പ്രീവിയസ് ഇയറിലുള്ളതാണെങ്കിൽ ചെയ്യണം. അതിന്റെ മുമ്പത്തെ സംഗതി ആണെങ്കിൽ ചെയ്യണം. ഓക്കെ, ഇതാണ് അതിലുള്ളത് കേട്ടോ. അപ്പൊ ഇതാണ് ഒരാള് ടാക്സ് അടക്കണോ വേണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ 8 പോയിന്റാണ് അറിയേണ്ടത്. 8 പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുക. ഇതിലാണ് അയാൾ ടാക്സ് അടക്കണം ടാക്സ് അടക്കണ്ടെന്ന്. ആ കൊടുക്കണം. വേറെ രാജ്യത്ത് ഇവിടെ വന്ന് ജോലി ചെയ്യുകയാണെങ്കിലല്ലേ അയാൾ ഇവിടുന്ന് ഇൻകം ഏൺ ചെയ്യല്ലേ. അതല്ലേ നമ്മൾ ആദ്യം പറഞ്ഞത്, ഇൻകം. ഉണ്ട്, അവിടെ ഉണ്ട്. അവിടെ ഇതുപോലെ റൂൾ ഉണ്ടാവും. പലതിനും ടാക്സ് ഇല്ല, ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് അവിടെ കമ്പാരിറ്റീവ്ലി വില കുറച്ചിട്ടാണ് കിട്ടുന്നതെന്ന് പറയുന്നത്. ചില രാജ്യത്ത് വളരെ കൂടുതൽ. ഇപ്പൊ നമ്മള് ദുബായ് എടുക്കുകയാണെങ്കിൽ ടാക്സ് ഉണ്ട്. അവിടെ എന്താ വെച്ചാൽ അവിടുന്ന് അവരുടെ ടാക്സ് ഇമ്പോസിഷൻ വേറെ സിസ്റ്റം. അവിടുന്ന് സമ്പാദിക്കണ ഫുള്ള് പൈസ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റൂല. അവിടെ ചെലവാക്കണം, കുറച്ച് പൈസ അവിടെ ചെലവാക്കണം. ഇത്ര ശതമാനം നമ്മൾ കിട്ടുകയാണെങ്കിൽ അതിന്റെ നിശ്ചിത പെർസെന്റേജ് അവിടെ ചെലവാക്കണം. അല്ലാതെ അവിടെ ജീവിക്കാൻ കഴിയില്ല. അതാണ്. അപ്പൊ അതെന്തായി, അവരുടെ രാജ്യത്തിന് ഒരു മുതൽക്കൂട്ടാണ്. ഇൻഡയറക്റ്റ് രൂപത്തിലേക്ക് വരിക, നേരിട്ട് പൈസയായിട്ട് കൊടുക്കണ്ടെന്ന്. ടാക്സ് എല്ലാം എടുത്തുള്ളൂ. ടാക്സ് ഇല്ലാത്ത രാജ്യം ഉണ്ടാവില്ല. ടാക്സ് പല രൂപത്തിലാണെന്ന് മാത്രം. ഡയറക്റ്റ് ആവാ, ഇൻഡയറക്റ്റ് ആവാ, പെർസെന്റേജ് ആവാ, അല്ലാതൊക്കെ. സമയം കഴിഞ്ഞോ? അതില് സമയം കഴിഞ്ഞ്